ഓം ശാന്തി. യോഗ സാധന ആർഷഭാരതത്തിന്റെ അതുല്യ സംഭാവനയാണ്. ഭാരതീയ പൈതൃകത്തിന്റെ അമൂല്യ ഉപഹാരമാണ്. മനുഷ്യന്റെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ വികാസം ഇത് ലക്ഷ്യമാക്കുന്നു. മനസ്സിന്റെയും ശരീരത്തിന്റെയും ചിന്തകളുടെയും പ്രവൃത്തിയുടെയും ഏകോപനമാണ് ഇത്. ശാരീരികമായ അഭ്യാസങ്ങൾക്കുപരി തന്നോടും ലോകത്തോടും പ്രകൃതിയോടും ഇണങ്ങി ജീവിക്കുക എന്ന തത്വം ഇത് ഉൾക്കൊള്ളുന്നു. ജൂൺ 21 ലോകമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്ന ഈ 11ാം വാർഷികം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ആഘോഷിക്കുന്നത്. അഷ്ടാംഗ യോഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന യമനിയമങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ വാസ്തവത്തിൽ ധ്യാനത്തിലേക്ക് നയിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പുകളാണ്. വ്യക്തി വികാസത്തിന് വിഘാതമായി നിൽക്കുന്ന ദൗർബല്യങ്ങളെ അകറ്റി ജീവിതത്തെ സമ്മർദ്ദരഹിതവും ശാന്തവും ആക്കുന്നതിൽ വളരെയധികം സഹായകമായ ഒരു ധ്യാന രീതിയാണ് രാജയോഗ ധ്യാനം. മനുഷ്യൻ വെറുമൊരു ഭൗതിക ശരീരമല്ലെന്നും ആത്മീയ ഊർജത്തിൻ്റെ ഒരു ബിന്ദുവാണ് എന്ന ധാരണയോടെയാണ് രാജയോഗ ധ്യാനത്തിൻ്റെ പരിശീലനം ആരംഭിക്കുന്നത്. മനുഷ്യാത്മാവിൽ അന്തർലീനമായി ശാന്തിയും സ്നേഹവും ശക്തിയും ആനന്ദവും ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. നാം ഓരോരുത്തരും ചൈതന്യ ആത്മാവാണെന്ന ധാരണയോടുകൂടി ഈശ്വര ചൈതന്യത്തിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതാണ് രാജയോഗ ധ്യാനം. അപരിമിതമായ ശക്തിയും അനശ്വര ജ്യോതിസുമായ ഈശ്വരനിലേക്ക്, പരമാത്മാ ചൈതന്യത്തിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ ഈശ്വരനുമായുള്ള ഈ മാനസിക ബന്ധം സ്വ ആത്മാവിനെ അളവറ്റ ശക്തിയും ശാന്തിയും സ്നേഹവും ആനന്ദവും അനുഭവിക്കുവാൻ കഴിയുന്നു. യഥാർത്ഥ സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും ഉറവിടം സ്വ ആത്മാവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ അവസ്ഥ സ്ഥായിയായി നിലനിർത്തുവാൻ സാധിക്കുന്നു. മനുഷ്യരും സർവ ജീവജാലങ്ങളും ഉൾപ്പെട്ട ഈ ലോകവുമായി സമാധാനപരമായി സഹവർത്തിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നു.